ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എന്താണ് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പ്രേക്ഷകർ എനിക്ക് മെസ്സേജ് അയച്ചു. എന്താണ് സേഫ്റ്റി ഓഫീസർ, ഒരു സേഫ്റ്റി ഓഫീസർ ഒരു കമ്പനിയിൽ എന്താണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു സേഫ്റ്റി ഓഫീസറിൻ്റെ ആവശ്യകത എന്താണ്, അതുപോലെ സേഫ്റ്റി ഓഫീസറിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഞങ്ങൾക്ക് എങ്ങനെ ഒരു സേഫ്റ്റി ഓഫീസറാണ് എന്ന് വേണ്ട കുറച്ച് പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പറ്റുമെങ്കിൽ ആ ബെല്ലൈക്കനോട് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. എന്താണ് സേഫ്റ്റി ഓഫീസർ എന്ന് പറയുന്നതിന് മുമ്പായിട്ട്, സേഫ്റ്റി ഓഫീസർ ജോലി എവിടെയൊക്കെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്? അതായത് റിഫൈനറി, റിഗ്, ഷിപ്പ്, കാർഗോ സെക്ഷന്, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ യൂണിറ്റുകൾ, കൺസ്ട്രക്ഷൻ കമ്പനികൾ, ഇപ്പോൾ ഇൻക്ലൂഡ് ഹോസ്പിറ്റലുകൾ എന്ന് വേണ്ട ഒട്ടുമിക്ക കമ്പനികളിലും സ്ഥാപനങ്ങളിലും സേഫ്റ്റി ഓഫീസർ ഇപ്പം കമ്പൽസറി ആയിട്ട് വേണം. അതായത് ഒരു സേഫ്റ്റി ഓഫീസർ ഒരു കമ്പനിയിൽ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ കമ്പനിയിലെ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഒരു സേഫ്റ്റി ഓഫീസറിൻ്റെ ധർമ്മം. അതായത് ലോ ലെവൽ മുതൽ അങ്ങ് ടോപ്പ് ലെവൽ വരെയുള്ള ജീവനക്കാരുടെ സംരക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഒരു സേഫ്റ്റി ഓഫീസറിൻ്റെ ചുമതലയായിട്ട് വരുന്നത്. അതുപോലെ തന്നെ അപകടമുണ്ടാകാനുള്ള സാധ്യതകളെ മുൻകൂട്ടിൽ മനസ്സിലാക്കി അതിനു വേണ്ട കൺട്രോൾ മെഷേഴ്സ് നൽകുന്ന ചുമതലയാണ് സേഫ്റ്റി ഓഫീസറിനുള്ളത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സൈറ്റിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ നമുക്ക് നോർമലായിട്ട് വേണം, നമ്മൾ സ്ഥിരമായിട്ട് നടക്കുന്ന ഒരു വഴിയിൽ അവിടെ കുറച്ച് വെള്ളം കെട്ടിക്കിടക്കുകയാണ്. അപ്പോൾ ആ വെള്ളം കെട്ടിക്കിടക്കുമ്പം അതിനകത്ത് തെന്നി വീഴാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ആ സാധ്യത മനസ്സിലാക്കി ചിലപ്പോൾ അതിനകത്ത് തെന്നി വീണ് തല നിലത്ത് പോയി ഇടിച്ച് മരണം വരെ സംഭവിക്കാനുള്ള സാധ്യതകൾ അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അപകട സാധ്യതകളെ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ട കൺട്രോൾ മെഷേഴ്സ് അവിടെ കൊടുക്കുക എന്നുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹസാഡസ് ആയിട്ടുള്ള കാര്യങ്ങൾ അവിടുന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു സേഫ്റ്റി ഓഫീസറിൻ്റെ ധർമ്മം. ഇപ്പം ചുരുക്കി പറയുകയാണെങ്കിൽ, ഒരു കമ്പനിയിലെ ജോലിക്കാരുടെയും മിഷനറീസിൻ്റെയും എല്ലാം ശരിയായ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സേഫ്റ്റി ഓഫീസർ ചെയ്യുന്നത്. അതിനു വേണ്ടിയിട്ട് ജീവനക്കാർക്ക് അല്ലെങ്കിൽ അവിടെ ലേബേഴ്സിന് ശരിയായ ട്രെയിനിങ്ങുകൾ നൽകാം. അതുപോലെ തന്നെ അവർക്ക് ശരിയായ PPEs പ്രൊവൈഡ് ചെയ്യാം. അതായത് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ്, ഹെൽമെറ്റ്, ജാക്കറ്റ്, ഷൂസ് പോലുള്ള ഇത് നമ്മൾ പ്രൊവൈഡ് ചെയ്തതിന് ശേഷം ഇവർ ശരിയായ രീതിയിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഒരു സേഫ്റ്റി ഓഫീസർ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ചെയ്യുന്നത്. കൂടാതെ ആ കമ്പനിയിലെ അതായത് സേഫ്റ്റി മേഖല എങ്ങനെ കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാം, അതിന് വേണ്ട കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക. സൈൻ ബോർഡ്സ്, അതുപോലെ തന്നെ അതിനുവേണ്ട ട്രെയിനിങ്സ്, ടൂൾ ബോക്സ് സ്റ്റോക്ക് എന്ന് വേണ്ട കുറേ കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യുക. പിന്നെ മിഷനറീസിൻ്റെ ചെക്ക് ലിസ്റ്റ് തയ്യാറാക്കുക. ചെക്ക് ലിസ്റ്റ് ഓരോ മിഷനറീസിനും ഓരോരോ ചെക്ക് ലിസ്റ്റുകളാണ്. ഇപ്പോൾ ക്രെയിന്, അതുപോലെ തന്നെ നമ്മുടെ ഫോർക്ക് ലിഫ്റ്റ് എന്ന് വേണ്ട മിഷനറീസിന് വേണ്ടി പ്രത്യേകം ചെക്ക് ലിസ്റ്റുകൾ, അതുപോലെ തന്നെ ആക്സിഡൻറ്റ് ഇൻസിഡൻറ്റ് റിപ്പോർട്ടുകൾ, ഒബ്സർവേഷൻ റിപ്പോർട്ടുകൾ, റിസ്ക് അസസ്മെൻറ്റ് എന്ന് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഒരു സേഫ്റ്റി ഓഫീസറിൻ്റെ ചുമതലപ്പെടുന്ന കാര്യങ്ങളായിരിക്കും. ഒരു കമ്പനിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ആക്സിഡൻറ്റോ അപകടമോ സംഭവിച്ചാൽ അതിന് പൂർണ്ണ ഉത്തരവാദിത്വം ആ കമ്പനിയിലെ സേഫ്റ്റി ഓഫീസർക്കുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ ആ സേഫ്റ്റി എന്ന് പറയുന്ന കുറച്ച് ടെൻഷനും അതുപോലെ തന്നെ ഉത്തരവാദിത്വമുള്ളൊരു ജോലി മേഖല കൂടിയാണ് സേഫ്റ്റി. അതായത് ഗൈസ്, ഞാൻ ഈ സേഫ്റ്റി മേഖലയിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് എൻ്റെ ഒരു എൻട്രി ലെവൽ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഫയർ വാച്ചറായിട്ടായിരുന്നു വർക്ക് ചെയ്തത്. അതായത് ഫയർ വാച്ചർ, സേഫ്റ്റി സൂപ്പർവൈസർ, അങ്ങനെയൊക്കെയായിരുന്നു ഞാൻ അങ്ങനെ ആ ഒരു മേഖലയിലാണ് ഞാൻ വർക്ക് ചെയ്തത്. അപ്പോൾ നമുക്കത് സേഫ്റ്റി എന്താണെന്ന് മനസ്സിലാക്കാനും സേഫ്റ്റിയിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒരു എൻട്രി ലെവൽ ജോബായിട്ടാണ് ഫയർ വാച്ച് അല്ലെങ്കിൽ സേഫ്റ്റി സൂപ്പർവൈസർ എന്നൊക്കെ നമുക്കുള്ളൊരു കാറ്റഗറിയിലുള്ളത്. അത് ഓരോ കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവിടെ ഏത് പൊസിഷനാണ് അവിടെ സേഫ്റ്റിക്ക് കൊടുക്കുന്നത്. അത് കമ്പനിയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നാട്ടിൽ ഞാൻ അങ്ങനെയാണ് അവിടെ നിന്ന് എക്സ്പീരിയൻസ് എടുത്തു. പിന്നെ എൻ്റെ ബാക്കി കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അങ്ങനെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എല്ലാം കൂടെ വെച്ചാണ് ഞാനൊരു സേഫ്റ്റി ഓഫീസർ ലെവലിലേക്ക് എത്തിയത്. സേഫ്റ്റി ഓഫീസർ ലെവലിലേക്ക് എത്തണമെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യ ക്വാളിഫിക്കേഷൻ, നിങ്ങൾക്ക് ഒരു ഡിഗ്രി വേണം, അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രി വേണം. അത് നമ്മുടെ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കരിയറിൽ ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും അത്. അതുകൊണ്ട് നിങ്ങൾ സേഫ്റ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഡിഗ്രീസ് അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രീസ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു സേഫ്റ്റിയുടെ ഒരു ഉയർന്ന ലെവലിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ.
നിങ്ങൾക്ക് സേഫ്റ്റി റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കോഴ്സിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ ഈ ഡിസ്ക്രിപ്ഷനോടൊപ്പം പിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് എൻ്റെ സമയം അനുസരിച്ച് ഞാൻ നിങ്ങൾക്ക് എന്നാൽ അറിയാവുന്ന അറിവുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ വളരെയധികം ഇഷ്ടമായി ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ മറക്കാതെ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.